തുളസിമോള് നടത്തുന്ന വ്രതത്തിന് ഒരു തടസ്സം സംഭവിക്കല്ലേ. അവളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ കരുണ കാണിക്കണേ. അവളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ വ്രതം പൂർത്തിയാക്കാൻ തുണയാകണേ ഭഗവാനെ. ഈ പൂമാല എടുത്ത് അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചോ. തൃക്കോട്ടൂരിൽ നിന്ന് നിന്റെ സന്യാസിനിയുടെ ജഡം ഘോഷയാത്രയായിട്ട് ഈ ഉമ്മറത്തേക്ക് കൊണ്ടുവരുമ്പോ റീത്തിന് പകരം വെച്ച് പൊട്ടിക്കരയാൻ നിനക്ക്. പറയടി, അവളുടെ ഏത് അന്ത്യാഭിലാഷം നിറവേറ്റാൻ വേണ്ടിട്ടാ അവള് തൃക്കോട്ടൂർ അമ്പലത്തിൽ ഭജനം ഇരിക്കാൻ പോയത്? എന്റെ ആദ്യമോനെ സ്വന്തമാക്കാനാണോ? അങ്ങനെ വല്ല പകൽക്കിനാവും കണ്ട് അവള് ഭ്രമിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നിർത്തിക്കൊള്ളാൻ പറ അവളുടെ തോന്നിയവാസം. ചേച്ചി, തുളസി പോയിരിക്കുന്നത് ഒരു നല്ല കാര്യത്തിന്. ആരുടെ നല്ല കാര്യത്തിന്? എന്റെ ശ്വാസത്തിനൊപ്പം ഞാൻ ശപിച്ചോണ്ട് നടക്കുന്നൊരു പെണ്ണാവള്. അവളെ എന്റെ മരുമകളായിട്ട് നിലവിളക്ക് വെച്ച് വരവേൽക്കണമെങ്കിൽ ദുർഗം മരിക്കണം. ചേച്ചി, വിളിക്കടി നിന്റെ ആ ഒരുമ്പെട്ടവളെ. എന്നിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ. ചേച്ചി, തുളസി പൂജ തുടങ്ങി കഴിഞ്ഞു. ഇനി അതിന് മുടക്കം സംഭവിച്ച അതിന്റെ ദോഷം തുളസിക്കാം. ദോഷം ഉണ്ടാവണം. മുന്നും പിന്നും നോക്കാതെ ഒരു കാര്യത്തിന് എടുത്തു ചാടിയതിന്റെ ഭവിഷ്യത്ത് അവൾ അനുഭവിക്കണം. അങ്ങനെയൊന്നും പറയരുത് ദുർഗേച്ചി. അച്ഛനും അമ്മയും അമ്മാവനും കൂടി എടുത്ത തീരുമാനം കൊള്ളാം. ആദ്യ സ്വന്തമാക്കാൻ വേണ്ടി തൃക്കോട്ടൂർ അമ്പലത്തിൽ കഠിനവ്രതം. ആരുപദേശിച്ചെന്ന സൂത്രമാടിയത്. അയ്യോ, തുളസി വ്രതാനുഷ്ഠാനം നടത്തുന്നത് ആദ്യം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ പ്രസാദേട്ടന്റെ അസുഖം ഭേദമാകാൻ വേണ്ടിയിട്ട. അദ്ദേഹം തളർന്നു വീണതിന് ശേഷം അവള് വലിയ ടെൻഷനിലായിരുന്നു. പ്രസാദേട്ടന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട അവള് തൃക്കോട്ടൂർ അമ്പലത്തിലെ വ്രതം അനുഷ്ഠിക്കാൻ പോയത്. പച്ചക്കള്ളം. ചുമ്മാതല്ല നിന്റെ മോള് ഗതി പിടിക്കാതെ പോയത്. നിന്റെ അല്ലേ സന്തതി. ഞാൻ പറയുന്നത് സത്യം. ആദ്യം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ല, പ്രസാദേട്ടന്റെ അസുഖം ഭേദമാകാൻ വേണ്ടിയിട്ട അവള് പൂജയും വഴിപാടുമായി തൃക്കോട്ടൂർ അമ്പലത്തിലേക്ക് പോയത്. എനിക്കതിൽ വിശ്വാസമില്ല. ദുർഗേച്ചി വിശ്വസിക്കണം. ഞാൻ ആരെ വേണമെങ്കിലും പിടിച്ച് സത്യം ചെയ്യാം. ഞാൻ നിത്യവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദൈവങ്ങളാണ് സത്യം. തുളസി പോയിരിക്കുന്നത് പ്രസാദേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനാ. ഇങ്ങനെ ഒഴുക്കം മട്ടിൽ സത്യപ്രസ്താവന നടത്തിയതുകൊണ്ട് കാര്യമില്ല. ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കഠിനവ്രതം നടത്തുന്നവളുടെ തള്ളയല്ലേ. ആ കാഠിന്യം സത്യം ചെയ്യലിൽ ഉണ്ടായിരിക്കണം. ഞാൻ എന്താ വേണ്ടത്? ചേച്ചി പറഞ്ഞാ മതി. എന്റെ മോളെ പിടിച്ച് സത്യം ചെയ്യണം. വേണ്ട. പിന്നെ ജേട്ടനെ പിടിച്ച് സത്യം ചെയ്യാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? കയ്യിൽ കർപ്പൂരം കത്തിച്ച് സത്യം ചെയ്യണം. നീ പറയുന്നത് സത്യമാണെങ്കിൽ കൈ പൊള്ളില്ല. അതല്ല, നെറികെട്ട നിന്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി എന്നോട് കളവ് പറഞ്ഞതാണെങ്കിൽ നിന്റെ ഉള്ളം കൈ വെന്തുരുകും. അയ്യോ, ചേച്ചി എന്താ ഈ പറയുന്നത്? കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിക്കാനോ? അതെ, അഗ്നിശുദ്ധി വരുത്തിയ സീതാദേവിയെ പോലെ നീയും പൊള്ളലേൽക്കാതെ തിരിച്ചു വരുന്ന കാഴ്ച ഞാനൊന്ന് കാണട്ടെ. ചേച്ചി, ദുർഗച്ചി വേണ്ട, ദുർഗച്ചി വേണ്ട, വേണ്ട ദുർഗച്ചി. വേണം. ഈ ദുർഗയ്ക്ക് നിന്നെ വിശ്വാസം വരണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തേ പറ്റൂ. കൈ പൊള്ളും. പൊള്ളട്ടെ. അതോടെ നീ പറഞ്ഞത് പച്ച കള്ളമായിരുന്നു എന്ന് തെളിയുമല്ലോ. ഞാൻ പറഞ്ഞത് സത്യോ ദുർഗേച്ചി, സത്യോ. തുളസി മോള് പ്രസാദേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനാ പോയത്. ആ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയല്ലേ? അസുഖം അവളുടെ അമ്മാവനല്ലേ, അല്ലാതെ അച്ഛനൊന്നും അല്ലല്ലോ. സ്വന്തം ജീവൻ പണയപ്പെടുത്തി
അമ്മാവന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പെണ്ണും തയ്യാറാവില്ല. അതുകൊണ്ട് കൈ കാണിക്ക. നിന്റെ സത്യസന്ധത ഞാനൊന്ന് കാണട്ടെ. ദുർഗേച്ചി, ധൈര്യമുള്ള മകളുടെ അമ്മയല്ലേ, എന്തിനാ പേടിക്കുന്നത്? വേണ്ട. നിന്റെ മുഖത്ത് കാണുന്ന ഈ പേടി എന്നോട് പറഞ്ഞ കളവിന്റെ സൂചനയാണ്. തുളസിയുടെ വ്രതം ഞാൻ മുടക്കിയിരിക്കും. വേണ്ട. അവളെപ്പോലൊരു പെണ്ണിന് വേണ്ടി എന്റെ ആദിയുടെ ജീവൻ ഹോമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദുർഗേച്ചി, വ്രതം മുടക്കാൻ പാടില്ല. അത് പാപമാ. പാപമാണ്, അതെനിക്കറിയാം. പാപത്തിന്റെ ഫലം മരണമാണ്. ചാവട്ടെ അവള്. അയ്യോ, പരമശിവന് നേർന്ന വ്രതം മുടങ്ങിയതിന്റെ പേരില് ചതഞ്ഞാരയട്ടെ അവളുടെ ജന്മം. ദുർഗേച്ചി. സംഹാരമൂർത്തി ആ കർമ്മം നിർവഹിക്കട്ടെ. അയ്യോ, നീ പറയുന്നത് സത്യമാണെന്നും നിനക്ക് നിന്റെ മകളുടെ ജീവൻ ആവശ്യമാണെന്നും നീ കരുതുന്നുണ്ടെങ്കിൽ ആ കൈ കാണിക്കേ. കാണിക്കടി. സത്യം ചെയ്യും. തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ വ്രതമിരിക്കുന്നത് ആദ്യ സ്വന്തമാക്കാൻ വേണ്ടിയല്ല, അവളുടെ അമ്മാവനായ പ്രസാദേട്ടന്റെ ആയുസിന് വേണ്ടിയാണെന്ന് സത്യം ചെയ്യ. സത്യം ചെയ്യടി. തുളസി മോള് തൃക്കോട്ടൂർ അമ്പലത്തിലെ വ്രതം അനുഷ്ഠിക്കുന്നത് ആദ്യം സ്വന്തമാക്കാൻ വേണ്ടിയല്ല, അവളുടെ അമ്മാവന്റെ. എന്താ ഇത്? എന്താ പ്രിയ നീ കാണിക്കുന്നേ? നിനക്ക് ഭ്രാന്തുണ്ടോ? ജയേട്ട, പ്രസാദേട്ടന് വേണ്ടിയല്ലേ നമ്മുടെ തുളസി മോള് വ്രതം അനുഷ്ഠിക്കാൻ പോയത്. അതെ, അതിനെന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അതെത്ര പറഞ്ഞിട്ടും ദുർഗേച്ചിക്ക് വിശ്വാസമാവുന്നില്ല. ഞാൻ എന്റെ സത്യം തെളിയിക്കാൻ വേണ്ടി. അതിന് കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിക്കാണോ വേണ്ടത്? നിന്നെ കൊണ്ട് ആരാ ഇത് ചെയ്യിച്ചത്? ഞാനാ. എനിക്ക് സത്യം അറിയണം. ദുർഗേച്ചി, പ്ലീസ്, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ബൈ അച്ഛാ. ബൈ. ഡാ, നീ ഇതെങ്ങോട്ടാ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം.
അച്ഛൻ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഇല്ല. ആ എന്നാലേ ഞാൻ പോയിട്ട് വരാം. അല്ല, നിനക്ക് എന്താ ഇത്ര തിടുക്കം? അച്ഛാ, ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ആദ്യം കണ്ടാലേ അവളും പിന്നാലെ വരും. ശരി അച്ഛാ, വന്നിട്ട് വേണം. എടാ, എന്താ അച്ഛാ? അതെ, നിന്റെ അമ്മ തുളസിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അവിടെ പോയിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലായിരിക്കും. ഉണ്ടാക്കും. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാ അവൾ അങ്ങോട്ട് പോയിട്ടുള്ളത്. തുളസി അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അമ്മ ആന്റി ഒരു വഴിയാക്കും. അതുറപ്പാ. നമ്മൾ എന്ത് ചെയ്യുവച്ചാ? ആന്റിയെ രക്ഷിക്കാൻ എന്തേലും വഴിയുണ്ടോ? നിനക്ക് വഴി ഉപദേശിച്ചു തരുന്ന ആള് ഞാനല്ലല്ലോ, തുളസിയായിരുന്നില്ലേ? അവളവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ തന്നെ പോയി നിന്റെ അമ്മയെന്ന് നിന്റെ ആന്റിയെ രക്ഷിക്ക. ഞാനോ? അല്ലാതെ എനിക്കിപ്പോ അതുവരെ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ അവിടെ പോയി എന്ത് ചെയ്യാനാച്ചാ? എടാ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ശരി, ഞാൻ തുളസിയുടെ വീട്ടിൽ പോയി നോക്കാം. പക്ഷെ അമ്മയെ എതിർത്ത് പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എടാ, എതിർത്ത് പറയണമെന്നില്ല. എന്നാലും ആ ആളിക്കത്തലിന് നിന്നെ കൊണ്ടൊരു ശമനം ഉണ്ടാക്കാൻ പറ്റിയ എടാ ചെല്ല്. ശരി അച്ഛാ. ഇപ്പൊ നീറ്റിലുണ്ടോ? കുറവുണ്ട്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണ്ട. വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല ജയേട്ടാ. ഇത് തേൻ പുരട്ടിയെ മാറിക്കോളൂ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നീ എന്തിനാ പ്രിയ വെറുതെ കൈ പൊള്ളിക്കാൻ പോയത്? ദുർഗേച്ചിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല. മോൾക്കൊരാപത്തും ഉണ്ടാവരുത്. അവളുടെ വ്രതം മുടങ്ങരുത്. അതിനുവേണ്ടിയാ ചേച്ചി പറഞ്ഞത് ഞാൻ അനുസരിച്ചത്. എന്തായാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയി. ഞാൻ പേടിച്ചിരുന്നു. എന്തിന്? ദേഷ്യം പിടിച്ച് ജയേട്ടൻ ദുർഗേച്ചിയോട് വല്ലതും പറഞ്ഞു കളയുമെന്ന്. അങ്കിൾ, ആ ആന്റി, അമ്മ ഇങ്ങോട്ട് വന്നിരുന്നോ? ആ, അമ്മ വന്നിട്ട് പോയല്ലോ. തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ തൊഴാൻ പോയതിന്റെ ദേഷ്യത്തില് അവിടെ നിന്ന് ഇറങ്ങിയതാ. മോനിരിക്കേ. കൈ കാണിക്കേ. അതൊന്നും സാരമില്ല. അയ്യോ, ഇതെന്താ എന്റെ കൈക്ക് പറ്റി? അത് സത്യം ചെയ്യേണ്ടി വന്നു. സത്യം ചെയ്യാനോ? അതെ, തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ തൊഴാൻ പോയത് പ്രസയുടെ ആയുസിന് വേണ്ടിയാ. പക്ഷേ അത് പറഞ്ഞിട്ട് ദുർഗേച്ചിക്ക് വിശ്വാസം വരുന്നില്ല. അയ്യോ, കൈയൊക്കെ ചുവന്ന് തടിച്ചിട്ടുണ്ടല്ലോ ആന്റി. തേൻ പുരട്ടിയതുകൊണ്ടാ, അല്ലായിരുന്നെങ്കിൽ വീർത്ത് പൊള്ളിയേനെ. സോറി ആന്റി, സോറി. നീ എന്തിനാ മോൻ എന്നോട് മാപ്പ് പറയുന്നത്? നീ അല്ലല്ലോ ചെയ്തത്. എന്റെ അമ്മ ചെയ്ത തെറ്റിന് ഞാൻ ആന്റിയുടെ കാല് പിടിക്കും. അതി എന്താ മോനെ കാണിക്കുന്നത്? സോറി ആന്റി. അതൊക്കെ കഴിഞ്ഞില്ലേ? ആന്റിക്കിപ്പോ വേദനയൊന്നുമില്ല. സോറി ആന്റി. അത് ആന്റിക്ക് വേദന ഇല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ നീ വിഷമിക്കുന്നത്? എനിക്കറിയാം ആന്റി ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഈ കൈ കണ്ട അറിഞ്ഞൂടെ ആന്റി എന്തുമാത്രം വേദന സഹിച്ചു? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്ന. വെറുതെ അല്ല, സത്യവ. ഇനി അത് തെളിയിക്കാൻ വേണ്ടി ആന്റി ഈ കൈകളിൽ കർപ്പൂരം വെച്ച് കത്തിക്കണോ? മോനാണ് സത്യം. മോനെ കണ്ടതോടെ ആന്റിയുടെ എല്ലാ വേദനയും പോയി. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ചെല്ല. അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ടും അങ്കിൾ ഒന്നും പറഞ്ഞില്ലേ? വാ പറയാം.
ചെല്ലു മോനെ. നിനക്ക് വിഷമായി അല്ലേ? ആർക്കായാലും വിഷമാവില്ല അങ്കിൾ. ഒരാളുടെ കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിക്കാന്ന് വെച്ചാ എന്റെ അമ്മ ഇത്ര ദുഷ്ടാണോ അങ്കിൾ? അയ്യോ അല്ല, നിന്റെ അമ്മ പഞ്ചപാവമാണ്. അല്ല എന്താ ഈ പറയുന്നത് അങ്കിൾ? അല്ല, ഞാൻ അറിയാതെ പ്രിയയുടെ കാര്യം പറഞ്ഞു പോയതാ. ആ, ആന്റിയെ കുറിച്ചാണെങ്കിലും ഓക്കെ. പക്ഷെ എന്റെ അമ്മയുടെ ഈ സ്വഭാവം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ദുർഗേച്ചിയുടെ മനസ്സിൽ അവർ ചെയ്ത ഒരു ക്രൂരകൃത്യമല്ല, സത്യം തെളിയിക്കാനുള്ളൊരു ദൈവിക കാര്യമാണ്. സത്യം തെളിയിക്കാൻ ഈ കാടൻ പ്രയോഗം അല്ലാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ലേ? ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. എല്ലാവരെയും നമുക്ക് എതിർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലരെയൊക്കെ അനുസരിച്ചേ പറ്റൂ. ആന്റി ഒരിക്കലും ഇതിന് നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു. നിന്റെ അമ്മ എന്തു പറഞ്ഞാലും ആന്റി അനുസരിക്കും. അത് അമ്മയെ പേടിച്ചിട്ടല്ല, നിന്റെ അച്ഛനെ ആന്റിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. അറിയാങ്കിൾ, പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി. എന്തായാലും നീ ഇതിന്റെ പേരിൽ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കരുത്. ഞാനിവിടെ വന്നതിനെ കുറിച്ച് അമ്മ എന്തെങ്കിലും പറഞ്ഞാ എനിക്ക് ചിലപ്പോൾ അമ്മയെ ധിക്കരിക്കേണ്ടി വരും. ഏയ്, അതൊന്നും പാടില്ല. ദുർഗേച്ചിയോട് ഇക്കാലം വരെ മറുത്തൊരക്ഷരം പറയാത്ത നീ ഇപ്പൊ പ്രതികരിക്കാൻ നിന്നാൽ ദുർഗേച്ചിക്കത് വലിയ സങ്കടമായി മാറും. അങ്കിളിന് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു? ചിലതൊക്കെ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ബന്ധുക്കളാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കണം. എങ്കിലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഈ കാര്യം അച്ഛൻ അറിഞ്ഞ എന്താ ഉണ്ടാവുമെന്ന് അങ്കിൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്കിൾ പറഞ്ഞ ക്ഷമയും പൊറുക്കാനുള്ള കഴിവും എല്ലാം ഉള്ള ആളാ അച്ഛൻ. പക്ഷേ അച്ഛന്റെ അനിയത്തി ആരെങ്കിലും ഉപദ്രവിച്ചെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം അച്ഛൻ എല്ലാം മറക്കും. അതെനിക്കറിയാം. അതുകൊണ്ട് ആദ്യം മോനൊരു കാര്യം ചെയ്യണം. ഇന്നിവിടെ നടന്നതൊന്നും മോൻ അച്ഛനോട് പറയരുത്. ഇത് അങ്കിളിന്റെ അപേക്ഷയാണ്. എന്താ അങ്കിൾ ഈ പറയുന്നത്? അമ്മ ഇവിടെ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാ അച്ഛൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ടെൻഷനോടെ കാത്തിരിക്കുക അച്ഛൻ. ആ അച്ഛനോട് ഞാൻ എന്ത് പറയും? അമ്മ ഇവിടെ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയണം. അപ്പോ അതിനോട് കൈ പൊളിച്ചത്? അത് തേൻ പുരട്ടിയാ മാറും. പക്ഷേ നീ അത് അച്ഛനോട് പറഞ്ഞാൽ പൊള്ളുന്നത് നിന്റെ അച്ഛൻ്റെ നെഞ്ചിനകത്തായിരിക്കും. അത് മാറ്റാൻ ഒരു മരുന്നിനെ കൊണ്ട് പറ്റില്ല. തുളസിയെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. അവൾ അവിടെ ഒറ്റയ്ക്കല്ല. പിന്നെ അവളുടെ കൂടെ അച്ചമ്മയുണ്ട്. അച്ഛമ്മ ഗുരുവായൂരല്ലേ? തൃക്കോട്ടൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവള് അച്ചമ്മയും കൂട്ടിയാ പോയത്. അതെയോ? ക്ഷേത്രത്തിലെ ചടങ്ങുകളെക്കുറിച്ചെല്ലാം അച്ചമ്മയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ടാ അവള് സഹായത്തിന് അച്ചമ്മയെ കൂടെ കൂട്ടിയത്. അങ്കിൾ, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. അവിടെ എത്തിയതിന് ശേഷം തുളസി എന്നെ വിളിച്ചിരുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്കിൾ? പരമശിവന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? ഈ വിവരം നിന്റെ അമ്മയോ അറിയണ്ട. അച്ചമ്മയാണ് തുളസിയെ സഹായിക്കാൻ കൂട്ടുപോയെന്ന വിവരമല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറയില്ല. ഞാൻ ഇറങ്ങട്ടെ. ശരി, ആന്റിയോടും പറഞ്ഞേക്ക്. നിനക്കെന്താ ഒരു വിഷമം പോലെ? ആന്റി എവിടെ പോയതായിരുന്നു? ഞാൻ മംഗളാപ്പച്ചിയുടെ അടുത്ത് വരെ ഒന്ന് പോയതാ. എന്നെയും കൂട്ടായിരുന്നില്ലേ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിട്ട് പോയതാ.
ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോയില്ലേ? ആദ്യം എവിടെ പോയി? അറിയില്ല, എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് എവിടെ പോയി? നിനക്കും കൂടെ പോയായിരുന്നില്ലേ? ഞാൻ പിന്നാലെ ചെന്നതാ ആന്റി. വിളിച്ചിട്ട് ഏത് ഭാഗത്ത് നിന്നാണെന്ന് പോലും നോക്കിയില്ല. ആദ്യേട്ടന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്ത് സംഭവിക്കാൻ? എന്നോട് എന്തോ ദേഷ്യമുള്ളത് പോലെ. അതൊക്കെ നിനക്ക് തോന്നുന്നതാ. പിന്നെ മാമൂസ് എന്ത് പറഞ്ഞു ആന്റി? അപ്പച്ചി അവിടെ ഇല്ല, എവിടെ പോയിരിക്കുക? എവിടെ പോയി? അറിയില്ല. ഒന്നു മാത്രം അറിയാം, ആരൊക്കെയോ എനിക്കെതിരെ കളിക്കുന്നുണ്ട്. അതിൽ നിന്റെ മാമൂസും ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആന്റി മാമൂസിനെ എന്തിനാ സംശയിക്കുന്നേ? ആദ്യം തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ പോയിരിക്കുന്ന എന്തിനാണെന്ന് അറിയട്ടെ. അവളുടെ പൂജയും വഴിപാടും എന്ത് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് അറിഞ്ഞതിന് ശേഷം ബാക്കിയെല്ലാം. മതി ചേട്ടെ, ഞാൻ എടുത്ത് കഴിച്ചോളാം. പറ്റില്ല, രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതല്ലേ. പിന്നെ തുളസി മോളെ കുറിച്ച് ഇനി വിഷമിക്കാനൊന്നുമില്ല. അമ്മ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ. അമ്മ അവിടെയുള്ളത് ഒരു ആശ്വാസം തന്നെ. തൃക്കോട്ടൂർ അമ്പലത്തില് അമ്മ കൂടെയുള്ള വിവരം ദുർഗേച്ചി അറിയാതിരിക്കുന്നതാണ് നല്ലത്. അതെ, എല്ലാവരും ചേർന്നുള്ള കളിയാണെന്നും പറഞ്ഞ് ദുർഗേച്ചി പിന്നെ അമ്മയെ വീട്ടിൽ കയറ്റില്ല. തുളസിയുടെ വ്രതം കഴിയുന്നവരെ അമ്മ അന്വേഷിച്ച് ദുർഗേച്ചിയോ സുലുവോ ഗുരുവായൂരിലേക്ക് പോവാതിരുന്നാൽ മതിയായിരുന്നു. ഒന്നും വരില്ല ചേട്ട. തുളസിയുടെ വ്രതം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ മോശമായതൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം.